بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن شاء الله ഇന്ന് മുതൽ ബുലൂഗുൽ മറാമിലെ കിതാബു സിയാമാണ് നമ്മൾ ദർസ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. കിതാബു സിയാം ഇന്ന് നമുക്ക് തുടങ്ങി വെക്കാം ഇൻഷാ അല്ലാഹ്. അടുത്തുള്ള ബുധനാഴ്ചകളിലും ആഴ്ചയിൽ ഇടയ്ക്കുള്ളൊരു ദിവസം അസറിന് ശേഷവും ഹദീത്തുകൾ വായിച്ച് നമുക്ക് നോമ്പാകുമ്പോഴേക്കും കിതാബു സിയാമിലെ ഹദീത്തുകൾ പൂർത്തീകരിക്കാം. ഇന്ന് തുടക്കം കുറിക്കാം. കിതാബു സിയാം സാധാരണ ഉലമാക്കളുടെ രീതിയാണ്, ഹദീസാണെങ്കിലും ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളാണെങ്കിലും അവരുടെ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കുന്ന രീതി കിതാബ്, അതിനുള്ളിൽ ബാബ്, പിന്നെ ഫസ്ല്. കിതാബ് ജിൻസിനുള്ളതാണ്. ഇപ്പം കിതാബു തഹാറ, കിതാബു സ്വലാത്ത്, കിതാബു സിയാം അതൊരു ജിൻസാണ്. ഇപ്പം കിതാബു അത്തഹാറ, തഹാറത്ത് ഒരു ജിൻസാണ്. അപ്പം അങ്ങനെ ജിൻസിനുള്ളതാണ് കിതാബ്. അൽ കിതാബു ലിൽ ജിൻസി. രണ്ടാമത്തെ അതിൻ്റെ കീഴിൽ വരുന്നതാണ് ബാബ്. ബാബ് എന്തിനുള്ളതാണ്? ലിൻ നൗഇ, ആ ജിൻസിൻ്റെ ഉള്ളിൽ വരുന്ന ഓരോ നൗഉകൾ. ഇപ്പം ഉദാഹരണത്തിന് കിതാബു അത്തഹാറ ജിൻസാണ്, തഹാറത്ത് ജിൻസാണ്. അതിൻ്റെ കീഴിൽ വരുന്ന നൗഉകൾ ഏതൊക്കെയാണ്? ബാബുൽ മിയാഹ്, ബാബുൽ വുളൂ, ബാബു ഖളാഇൽ ഹാജ, ബാബു ഇസാലത്തിൻ നജാസ, ബാബു തയമ്മും. ഇതൊക്കെ അതിൻ്റെ കീഴിൽ വരുന്ന എന്താണ്? നൗഉകളാണ്. പിന്നെ ഫസ്ല് മസ്അലകൾക്കുള്ളതാണ് ഫസ്ല്. ഉദാഹരണത്തിന് കിതാബു അസ്സലാത്ത് അല്ലെങ്കിൽ കിതാബു അൽ അത്തഹാറ, തഹാറത്ത് ജിൻസായി. ബാബുൽ വുളൂ, വുളൂ നൗആണ്, തഹാറത്തിൻ്റെ നൗആണ് വുളൂ. പിന്നെ ഫസ്ല് വരും. എന്താണ്? ഫസ്ലുൻ ഫി ഷുറൂത്തിൽ വുളൂ അല്ലെങ്കിൽ ഫി സുനനിൽ വുളൂ, ഫസ്ലുൻ ഫി കൈഫിയത്തി ഗസ്ലി അഅ്ളാഇൽ വുളൂ, മസ്അലക്ക്. അപ്പോൾ കിതാബ്, ബാബ്, ഫസ്ല്. കിതാബ് എന്തിനാണ്? ജിൻസിനുള്ളതാണ്. ബാബ് നൗഇനുള്ളതാണ്. ഫസ്ല് മസ്അലക്കുള്ളതാണ്. ഇതാണ് സാധാരണ ഗാലിബൻ മുസന്നിഫീങ്ങളുടെ രീതി. ഇതിനെതിരായിട്ടും ഇതിന് വിപരീതമായിട്ടും മുസന്നിഫ് ഗ്രന്ഥങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. ഇതേ രീതിയിൽ തന്നെ ഗ്രന്ഥങ്ങൾ രചിക്കണമെന്നുള്ളത് തസ്നീഫിൻ്റെ ഷർത്തും ഫർളൊന്നുമല്ല. ഗാലിബൻ പണ്ഡിതന്മാരുടെ രീതി അതാണ്. അപ്പോൾ കിതാബു സിയാം, സിയാം ഒരു ജിൻസാണ്. അസിയാം എന്നുള്ളത് സാമ യസൂമു, സൗമ്, സിയാം രണ്ട് മസ്ദറാണ്. എന്താ അർത്ഥം? സാമൻ്റെ അർത്ഥം അംസക, അംസക യുംസിക്കു ഇംസാക്ക്, പിടിച്ചു വെക്കുക, തടഞ്ഞു വെക്കുക എന്നുള്ളതാണ്. പണ്ഡിതന്മാർ ഈ അറബികൾ പറയും ഖൈലുൻ സിയാമുൻ എന്ന് പറയും. ഖൈലുൻ സിയാമുൻ എന്താ അർത്ഥം? ഖൈലുൻ മുംസിക്കത്തുൻ, പിടിച്ചു വെക്കപ്പെട്ട കുതിര. അമ്മ സിയാമു ഫി ശർഅ്, ശർഇൽ സിയാം എന്ന് പറഞ്ഞാൽ അത്തഅബ്ബുദു ലില്ലാഹി അസ്സ വജൽ ബിൽ ഇംസാകി അനിൽ മുഫത്തിറാത്തി മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബിശ് ശംസ്. എല്ലാം വ്യക്തമാണ്. എന്താണ് നോമ്പ് എന്നതിൽ കിട്ടും. ഒന്ന് അത്തഅബ്ബുദു ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യുക. അങ്ങനെ ബിൽ ഇംസാകി അനിൽ മുഫത്തിറാത്ത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തടഞ്ഞുകൊണ്ട്. മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, എപ്പോഴാണ് തടയേണ്ടത്? തുലൂഉൽ ഫജ്ർ മുതൽ ഗുറൂബ് ശംസ് വരെ. ഫജ്ർ ഉദിച്ചത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത്. സൂര്യൻ ഉദിച്ചത് മുതലല്ല കേട്ടോ, ഫജ്ർ ഉദിച്ചത് മുതൽ. സൂര്യൻ എപ്പോഴാണ് ഉദിക്കുക? സൂര്യസ്കാരത്തിൻ്റെ സമയം കഴിയുമ്പോഴാണ് സൂര്യൻ ഉദിക്കുക. തുലൂഉ ഷംസ് അല്ല, തുലൂഉൽ ഫജ്ർ മുതൽ ഗുറൂബ് ഷംസ് വരെ.
അപ്പം തഅബ്ബുദില്ലാണ്ട് പട്ടിണി കിടന്നാൽ അതെന്താവൂല, നോമ്പാവൂല. ഒരാൾ അള്ളാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്യാതെ ആ നിയത്തില്ല, സാധാരണ രീതിയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അത് ശറഈൽ നോമ്പ് എന്ന് പറയുമോ? ഇല്ല, അത് വെറുതെ പട്ടിണി കിടക്കലാണ്. അപ്പം നോമ്പ് എപ്പോഴാണ് ആവുക? അത് അള്ളാഹ്ക്ക് വേണ്ടിയുള്ള ഇബാദത്താകുമ്പോഴാണ് നോമ്പാവുക. സാധാരണ ഫുഖഹാക്കളുടെ ഒരു രീതി, ഒരു ഇബാദത്ത് പറയുമ്പോൾ അതിൻ്റെ താരീഫ് പറയുമ്പം ലുഗത്തിലും പറയും ശറഈലും പറയും അല്ലേ? വസ്തിലാഹൻ, ലുഗത്തൻ വസ്തിലാഹൻ. വസ്തിലാഹ് എന്താണ്? ഇസ്തിലാഹു അൽ ഫുഖഹ, ഫിഖ് പറയുമ്പോൾ ഫുഖഹ. അങ്ങനെ പറയുമ്പോൾ ആ ലുഗത്തിൻ്റെയും ശറഈൻ്റെയും ഇടയിലുള്ള പദങ്ങൾക്ക് എന്തുണ്ടാവും? ഒരു ബന്ധമുണ്ടാവും, ഒരു അലാഖത്തുണ്ടാവും. അപ്പോൾ സിയാം നമ്മൾ ആ താരീഫ് പറയുമ്പോൾ തന്നെ ആ അലാഖത്ത് നമുക്ക് മനസ്സിലായി അല്ലേ? രണ്ടും എന്തുണ്ട്? ഇംസാക്ക്, തടഞ്ഞു വെക്കുക എന്നുള്ളതാണ് അവിടെ അലാഖത്ത്. അത് അധിക ഇബാദത്തുകൾക്ക് എന്തുണ്ടാവും? ആ അലാഖത്ത്. സ്വലാത്തിൻ്റെ അലാഖത്ത് എന്താ? സ്വലാത്ത് ലുഗത്തൻ അദ്ദുആ അല്ലേ? ശറഅനോ അത്തഅബ്ബുദു ലില്ലാഹി ബിഅഫ്ആലിൻ മഖ്സൂസത്തിൻ വഅഖ്വാലിൻ മഖ്സൂസത്തിൻ മുഫ്തതിഹത്തിൻ ബിത്തക്ബീർ വമുഖ്തതിമത്തിൻ ബിത്തസ്ലീം. അലാഖത്ത് എന്താണ്? ദുആ അല്ലേ? നിസ്കാരത്തിൽ അദ്കാറും, നിസ്കാരം മുഴുവൻ എന്താണ്? ദുആ ആണ്. അങ്ങനെ എല്ലാ ഇതുണ്ടാവും, അലാഖത്തുണ്ടാവും. ഇനി നോമ്പ് ഈ ഉമ്മത്തിന് നിർബന്ധമാക്കപ്പെട്ടത്, അതിൻ്റെ പരിപൂർണമായ രൂപത്തിൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് ഹിജ്റ 2-ാം വർഷമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 9 റമദാനാണ് നോമ്പെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സിയാം എന്നുള്ളത് റുക്നും മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ റുക്കിനുകളിൽപ്പെട്ട ഒരു റുക്കിനാണ്. ഒരാൾ അതിൻ്റെ ഫർദിയത്തിനെ നിഷേധിച്ചാൽ മൻ ജഹദ വുജൂബഹു ഫഖദ് കഫറ, നോമ്പ് വാജിബല്ല എന്നൊരാൾ പറഞ്ഞാൽ അവൻ്റെ ഹുക്ം എന്താണ്? കാഫിറാണ്, മുർത്തദ്ദാണ്. അതിന് തെളിവായിട്ട് സാധാരണ പറയുന്ന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, പഠിച്ച ഹദീസല്ല അത്. ഇതിനുള്ളത് നോമ്പ് ഫർളാക്കപ്പെട്ടതിൻ്റെ മർഹലയാണ്. നമുക്കറിയാം ദീനുൽ ഇസ്ലാം എന്താണ്? അത്തശ്രീ. ആ തശ്രീ ഘട്ടം ഘട്ടമായിട്ടാണ്. അതെന്താണ്? ഒന്ന്, ആ ഖിതാബ് നടത്തുന്ന സഹാബാക്കൾ, ഇപ്പം മുഖാത്തബീങ്ങൾ സഹാബാക്കളാണ്. തശ്രീൻ്റെ കാലഘട്ടത്തിലുള്ള മുഖാത്തബീങ്ങൾ സഹാബാക്കളാണ്. അപ്പം ആ സഹാബാക്കളെ ആ തശ്രീ അംഗീകരിക്കാൻ വേണ്ടി അവരുടെ മനസ്സിനെ പാകപ്പെടുത്തലാണ് അതിൻ്റെ ഉദ്ദേശം, ഹിക്മത്ത്. ഘട്ടം ഘട്ടമായിട്ട് ഒരു കാര്യം തശ്രീ നിയമമാക്കുക എന്നുള്ളത്. ഇപ്പോൾ നോമ്പ് 3 ഘട്ടം കഴിഞ്ഞ് നമ്മൾ സംസാരിച്ചത്, അത് നോമ്പ് 3 ഘട്ടം കഴിഞ്ഞു. ആദ്യത്തെ ഘട്ടം ഏതാണ്? ഫർളു സിയാമി ആഷൂറ. ആഷൂറയിൻ്റെ നോമ്പാണ് ആദ്യം എന്താക്കിയത്? ഫർളാക്കപ്പെട്ടത്. ഇസ്രാ മിഅ്റാജിൻ്റെ ആ യാത്രയിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കാരം, 5 വഖ്ത് നിസ്കാരം ഫർളാക്കപ്പെട്ടത്. പക്ഷെ അതിൻ്റെ മുമ്പ് എന്തുണ്ട്? റസൂലിന് നിസ്കാരമുണ്ട്. ഖിയാമുൽ ലൈൽ റസൂലിന് ഫർളാണ്. 5 വഖ്ത് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടതാണ് ഇസ്രാ മിഅ്റാജിൻ്റെ സമയം. അതേപോലെ ഈ ഹിജ്റ 2-ാം വർഷം നോമ്പ് നിർബന്ധമാക്കുന്നതിൻ്റെ മുമ്പ് ആഷൂറയിൻ്റെ നോമ്പ് ഈ ഉമ്മത്തിന് ഫർളായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഷ്ഠിച്ചു. അത് സഹാബാക്കളോട് അനുഷ്ഠിക്കാൻ നിർബന്ധ രൂപത്തിൽ കൽപ്പിക്കുകയും ചെയ്തു. അതാണ് ഒന്നാമത്തത്. ഏത്? സിയാമു ഫർളി ആഷൂറ, ഫർളു സിയാമി ആഷൂറ. അൽ മർഹലത്തു സാനിയ, 2-ാമത്തെ മർഹല ഇഖ്തിയാർ. റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കണം. അത് താല്പര്യമുള്ളവർക്ക് നോമ്പെടുത്താൽ മതി, നിർബന്ധമില്ല. പക്ഷെ നോമ്പ് ഒഴിവാക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിൻ്റെ പകരം ഇത്ആമു മിസ്കീൻ, ഭക്ഷണം കൊടുക്കണം. അതാണെന്ത്? വഅലല്ലദീന യുതീഖൂനഹു ഫിദിയത്തുൻ തആമു മിസ്കീൻ. കഴിയുന്നവർക്ക് എന്ത് ചെയ്യാം? അത് ഒഴിവാക്കാം. ഒഴിവാക്കിയിട്ട് അതിൻ്റെ പകരം എന്ത് ചെയ്താൽ മതി? ഫിദിയ കൊടുത്താൽ മതി. ഫമൻ തതവ്വഅ ഖൈറൻ ഫഹുവ ഖൈറുൻ ലഹു. ആരെങ്കിലും അത് നോമ്പ് എടുക്കുന്നതാണ് മുൻതൂക്കം നൽകുന്നതെങ്കിൽ അത് അവനക്ക് ഖൈറാണ്. വ അൻ തസൂമു ഖൈറുൻ ലക്കും, അല്ലേ? നോമ്പ് എടുക്കലാണ് ഖൈർ, നിർബന്ധമില്ല.
ഇൻ കുന്തും തഅലമൂൻ. അതാണ് രണ്ടാമത്തെ ഘട്ടം. ഇതുവരലോടുകൂടി എന്തായി? ആശുറാൻ്റെ നോമ്പ് ഫർദിൽ നിന്നും മുസ്തഹബാക്കപ്പെട്ടു, സുന്നത്താക്കപ്പെട്ടു. പിന്നെ അടുത്ത മൂന്നാമത്തെ ഘട്ടം, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. ആ അംബർ വന്നതോട് അൽ അംറു ലിൽ വുജൂബ്, അവിടെ ഇഖ്തിയാർ എന്താക്കി? മൻസൂഖാക്കപ്പെട്ടു. അപ്പം നേരത്തെ പറഞ്ഞ സൂറത്തുൽ ബഖറയിലെ 184 ആയത്ത് സൂറത്തുൽ ബഖറയിലെ 185 ആയത്തിലൂടെ മൻസൂഖാക്കപ്പെട്ടു. ഇതാണ് നോമ്പ് ഫർലാക്കിയതിൻ്റെ രീതി. ഇനി ഈ ഫർലാക്കപ്പെട്ടതിൻ്റെ കൈഫിയത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഏത് കൈഫിയത്ത് എന്തായിരുന്നു? ആദ്യം നോമ്പിൻ്റെ കൈഫിയത്ത്, വുജൂബായതിനു ശേഷം നോമ്പിൻ്റെ കൈഫിയത്ത്, ഒരാൾ രാത്രി ഉറങ്ങിയത് മുതൽ നോമ്പ് ആരംഭിക്കും. രാത്രി ഒരാൾ ഉറങ്ങിയത് മുതൽ നോമ്പ് ആരംഭിക്കും. നമ്മൾ പറഞ്ഞതാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവവും അതുപോലെ തന്നെ ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം. ഖൈസ് റളിയല്ലാഹു എന്ത് ചെയ്തു? രാവിലെ ഭക്ഷണം കഴിച്ചിട്ടേ ഇല്ല, ജോലി ചെയ്ത് ക്ഷീണിച്ച് വന്നു. ഭാര്യയോട് ആവശ്യപ്പെട്ടു എന്തെങ്കിലും തിന്നാനുണ്ടോ. ഭാര്യ തിന്നാൻ ഉണ്ടാക്കുമ്പോഴേക്ക് ഇദ്ദേഹം കിടന്നുറങ്ങിപ്പോയി. ഉറങ്ങലോടുകൂടി എന്തായി? നോമ്പ് ആരംഭിച്ചു. പിന്നെ ഇദ്ദേഹം ഉറങ്ങി എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, നോമ്പിലാണ്, സായിമാണ്. പിറ്റേന്ന് രാവിലെയായി, അദ്ദേഹം ജോലിക്ക് പോയി. ഉച്ചയോടടുത്ത സമയം അദ്ദേഹം ചെയ്തു ബോധരഹിതനായിട്ട് വീണു. അങ്ങനെയാണ് റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് പരാതിയായിട്ട് വരുന്നത്. മറ്റൊരു സംഭവം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഭാര്യയുമായിട്ട് ജിമാ ചെയ്തു. നോമ്പുകാരൻ ജിമാ ചെയ്താലും നോമ്പ് ബാത്തിലാണ്. അപ്പോൾ രാത്രി ഉറങ്ങിയതോടുകൂടി എന്ത് ചെയ്തു? നോമ്പ് ആരംഭിച്ചു. രാത്രി ഉറക്കം എഴുന്നേറ്റപ്പോൾ ജിമാ ചെയ്തു. അങ്ങനെ റസൂലുള്ളാഹിയിലേക്ക് പരാതിയായിട്ട് വന്നു, ഇത് പ്രയാസമായിട്ടുണ്ട്. അപ്പോഴാണ് മറ്റായത്ത് ഇറങ്ങുന്നത്. ഏതായത്ത്? ഉഹില്ല ലക്കും ലൈലത സിയാമി റഫതു ഇലാ നിസായിക്കും. ഈ രണ്ട് സബബുൻ നുസൂലിൻ്റെ രണ്ട് സംഭവങ്ങൾ പറഞ്ഞിട്ട് പണ്ഡിതന്മാർ പറഞ്ഞു, അതിൽ ഈ ആയത്ത് ഇറങ്ങാൻ കാരണം ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവമാണ്. അതുകൊണ്ടാണ് ഉഹില്ല ലക്കും ലൈലത സിയാമി റഫതു ഇലാ നിസായിക്കും എന്നതിന് അള്ളാഹു മുന്തിച്ചത്. കാരണം ഉമർ റളിയല്ലാഹുവിൻ്റെ സംഭവം എന്താണ്? ജിമാവുമായി ബന്ധപ്പെട്ട സംഭവമാണ്. റഫത്ത് എന്ന് പറഞ്ഞാൽ അൽ ജിമാ. അപ്പം ആ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയത്ത് ഇറങ്ങിയത്. ഖൈസ് റളിയല്ലാഹുവിൻ്റെ സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഈ ആയത്ത് ഇറങ്ങിയത് ഉമർ റളിയല്ലാഹുവിൻ്റെ സംഭവമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതുകൊണ്ടാണ് റഫത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്തിച്ചത്. ലൈലത്തു സിയാം അർറഫത്തു ഇലാ നിസായിക്കും ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുൻ അലിമല്ലാഹു അന്നക്കും കുൻതും തഖ്താനൂന അൻഫുസക്കും ഫതാബ അലൈക്കും വഅഫ അൻകും. ആ സംഭവം എന്ത് ചെയ്തു? അല്ലാഹു പുറത്തു കൊടുത്തു. ഫൽആന ബാശിറുഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും വകുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. അവിടെയാണ് തുലൂഉൽ ഫജ്ർ മുതൽ ഗുറൂബുൽ ശംസ് വരെ അതിൻ്റെ കൈഫിയത്ത് സ്ഥിരപ്പെട്ടത്. അപ്പോൾ ഈ ആയത്തുകളൊക്കെയാണ് ഘട്ടം ഘട്ടമായിട്ടാണ് എന്ത് ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നോമ്പ് നിർബന്ധമാക്കിയത്. അതേപോലെ തന്നെയാണ് ഖംർ, കള്ള് നിരോധിക്കപ്പെട്ടതും. 4 മർഹലയാണ്. കള്ളുണ്ടല്ലോ, ഖംർ നിരോധിക്കപ്പെട്ടത് 4 മർഹലയാണ്. ഒന്ന് അതിൻ്റെ അസ്ലാണ്. ആ ഒരു മർഹല ചില പണ്ഡിതന്മാർ മർഹലയായിട്ട് എണ്ണുന്നില്ല. അൽ അസ്ലു ഫിൽ അഷ്യാഇ അത്ത്വഹാറത്തു വൽ ഇബാഹ, ആ ഗണത്തിൽ പെടും. വമിൻ സമറാത്തിൻ നഖീൽ വൽ അഅനാബി തത്തഖിദൂന മിൻഹു സകറൻ വറിസ്ഖൻ ഹസന എന്ന ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ്? അത് സക്കറായിട്ട് ഉപയോഗിക്കാം, നഖീലും ഇനബും. രണ്ടാമത്തെ ഘട്ടം യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീറുൻ വമനാഫിഉ ലിന്നാസി വഇസ്മുഹുമാ അക്ബറു മിൻ നഫ്ഇഹിമാ. അതാണ് രണ്ടാമത്തെ ഘട്ടം. അതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിച്ചു. കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് അതിൽ നഫ്ഉണ്ട് ലറുണ്ട്. പക്ഷെ അതിൻ്റെ ലറാണ്, നിങ്ങൾക്ക് ദോഷമാണ് അധികം എന്നുള്ളൊരു താക്കീത്, ഒരു മുന്നറിയിപ്പ് നൽകി. രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തേത് യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബുസ് സ്വലാത്ത വഅൻതും സുകാറ. കള്ള് കുടിച്ചിട്ട് നിസ്കരിക്കാൻ വരാൻ പാടില്ല. അപ്പം നിസ്കാരത്തിൻ്റെ സമയത്ത് കള്ള് നിഷിദ്ധമാക്കി, മറ്റുള്ള സമയത്ത് എന്ത് ചെയ്യും?
കള്ളുടിക്കും. നാലാമത്തെ ഘട്ടമാണ് യാ അയ്യുഹല്ലദീന ആമനു ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു ലഅല്ലക്കും തുഫ്ലിഹൂൻ. ഫജ്തനിബൂഹു അടാ കള്ള് ഖദ് ഹുർരിമത്തിൽ ഖംറു. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴെന്താണ് സഹാബാക്കൾ അനസ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരു സഹാബി ഇങ്ങനെ വരാണ്. അനസ് റളിയല്ലാഹു അബൂ ത്വൽഹ റളിയല്ലാഹുവിൻ്റെ ആരാണ്? അനസ് റളിയല്ലാഹു അബൂ ത്വൽഹയും തമ്മിലുള്ള ബന്ധം അബൂ ത്വൽഹയുടെ ഭാര്യയുടെ മകനാണ്. അബൂ ത്വൽഹയുടെ ഭാര്യയുടെ മകനാണ് അനസ് റളിയല്ലാഹു. അനസ് റളിയല്ലാഹുവിൻ്റെ ഉപ്പ മുമ്പേ മരണപ്പെട്ടു. ഉമ്മു സുലൈമിനെ പിന്നീട് വിവാഹം ചെയ്തതാണ് ആര്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു. അബൂ ത്വൽഹ റളിയല്ലാഹു കള്ള് കച്ചവടക്കാരനായിരുന്നു. മദീനയിൽ അറിയപ്പെട്ട കള്ള് കച്ചവടക്കാരനാണ്. അപ്പം അബൂ ത്വൽഹ റളിയല്ലാഹുവിൻ്റെ വീട്ടിലാണ് അനസ് റളിയല്ലാഹു താമസിക്കുന്നത്. അപ്പോൾ ആ താമസിക്കുന്നിടയിൽ എന്ത് ചെയ്യും? കള്ളുടിക്കാൻ വീട്ടിലേക്ക് ആൾ വന്നാൽ കള്ള് ഒഴിച്ചു കൊടുക്കുന്നത് അനസ് റളിയല്ലാഹു ആയിരുന്നു. അപ്പം അനസ് റളിയല്ലാഹു പറയാണ്, ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആരൊക്കെ ഉണ്ട്? ഉബയ്യ് ഇബ്നു കഅബ്, അബൂ മൂസൽ അശ്അരി, അങ്ങനെ പ്രധാനപ്പെട്ട സഹാബാക്കൾ, അബൂ അയ്യൂബ് അൽ അൻസാരി, അങ്ങനെ പ്രധാനപ്പെട്ട സഹാബാക്കൾ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞത്, അല ഇന്നൽ ഖംറ ഖദ് ഹുർരിമത്, കള്ളെന്തായി? ഹറാമാക്കപ്പെട്ടു. അനസ് പറയാണ്, ആ പാത്രം അവിടെ വെച്ചു. വായിലേക്ക് ഉയർത്തിയ പാത്രം ഉണ്ടല്ലോ, അത് താഴെ വെച്ചു സഹാബാക്കൾ. ആ ഒരു സംഭവം കേട്ടപ്പോൾ എപ്പോഴ് എങ്ങനെ എന്ന് സഹാബാക്കൾ ചോദിച്ചിട്ടില്ല. ഈ സംഭവമാണ് എന്തിന് തെളിവ്? ഖബറുൽ ആഹാദ് നമുക്ക് എന്തെങ്കിലും ഹുക്മിന് തെളിവെടുക്കാം. അവിടെ ഒറ്റൊരാൾ വന്നിട്ട് പറയാണ്, അവിടെ അന്വേഷിക്കാൻ നിന്നിട്ടില്ല, അത് സ്ഥിരപ്പെടുത്തി. എന്നിട്ട് എന്ത്? അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു അനസ് റളിയല്ലാഹു പറഞ്ഞു, ആ കള്ളുകൾ ശേഖരിച്ച വലിയ പാത്രങ്ങൾ ഒഴുക്കിക്കളയാൻ പറഞ്ഞു. അത് ചെരിച്ച് താഴെ ഇട്ട് അനസ് റളിയല്ലാഹു പറഞ്ഞു, മദീനയുടെ വഴികളിലൂടെ കള്ള് ഒഴുകുമായിരുന്നു. അത് ഒരു ഭംഗി വാക്കല്ല, കാരണം മരുഭൂമിയിൽ വെള്ളം നിന്ന് പെട്ടെന്ന് താഴോട്ട് പോകില്ല. അപ്പോൾ എല്ലാവരും കൂടി ഒഴിച്ചപ്പോൾ എന്ത് ചെയ്തു? വഴിയിലൂടെ ഇങ്ങനെ ഫിസിക്കൽ മദീന, അതാണ് മദീനയിലുള്ള വഴികളിലൂടെ കള്ളൊഴുകി എന്നുള്ളതാണ്. അതാണ് സഹാബക്കൾ. അപ്പോൾ ആ ഫജ്തനിബൂ എന്ന വാക്ക് വന്നതോടുകൂടി കള്ള് പൂർണ്ണമായിട്ടും ഹറാമാക്കപ്പെട്ടു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രീതി, തശ്രീഇൻ്റെ രീതി. ഇനി നോമ്പിന് കുറേ ഹിക്മത്തുകളുണ്ട്. നമ്മളൊരിക്കലും ഹിക്മത്ത് കേട്ടിട്ട് ഇബാദത്ത് ചെയ്യേണ്ടവരല്ല, അല്ലേ? നമ്മൾ സമഅൻ വ താഅതൻ ഇംതിസാലൻ ഇബാദത്ത് ചെയ്യേണ്ട ആൾക്കാരാണ്. എന്നാലും പണ്ഡിതന്മാരെന്ത് ചെയ്യും? ഒരു ഇബാദത്തിൻ്റെ ഹിക്മത്ത് പറയും, നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, ഒരു നഷാത്തിന് വേണ്ടിയിട്ട്, തൻഷീത്തിന് വേണ്ടിയിട്ട് പണ്ഡിതന്മാരങ്ങനെ പറയും. പിന്നെ അതിൻ്റെ മഖ്സദ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടും. ഒന്നാമത്തെ ഹിക്മത്ത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ തന്നെ ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. ചുരുക്കി പറയാം. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന നിഅമത്തിൻ്റെ ഖദർ തിരിച്ചറിയാൻ. വെള്ളം കുടിക്കാതിരിക്കുമ്പം ആ ദാഹം എത്ര കണ്ട് നമ്മളെ പ്രയാസപ്പെടുത്തുന്നോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? വെള്ളത്തിൻ്റെ ആ നിഅമത്ത് നമുക്ക് ബോധ്യപ്പെടുകയുള്ളൂ. മൂന്നാമത്തേത്, നമ്മുടെ നഫ്സിനെ ക്ഷമിക്കാനും സഹിക്കാനും ശീലിപ്പിക്കുക. ഇഖ്ലാസോടുകൂടി നോമ്പനുഷ്ഠിക്കുന്ന ഒരാൾ എത്ര ദാഹിച്ചാലും അവൻ്റെ മുമ്പിൽ വെള്ളമുണ്ട്, ഭക്ഷണമുണ്ട്, അതൊന്ന് ഒഴിവാക്കാൻ കഴിയുന്നത് സബറാണ്, ക്ഷമയാണ്, അത് കിട്ടും. നാലാമത്തേത്, ഫഖറിൻ്റെ വേദന ഗനി തിരിച്ചറിയും. ഒരു 2-3 ദിവസങ്ങളോളം ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ട് ഈ ലോകത്ത്. തുടർച്ചയായിട്ട് ഒരാഴ്ച ഭക്ഷണം കഴിക്കാത്ത ആൾക്കാരുണ്ട്. അവരുടെ വേദനയും പ്രയാസവും നിത്യമായി ഒരു ദിവസം 4 നേരം 3 നേരം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർ തിരിച്ചറിയും. അഞ്ചാമത്തേത്, അതിൽ നമ്മുടെ രക്തധമനികളെ ചുരുക്കും. നമ്മളെ രക്തം ഓടുന്ന കുഴലുണ്ടല്ലോ, രക്തധമനികൾ, അത് ചുരുങ്ങും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ. അത് ചുരുങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തില്ല? ശൈത്താന് സഞ്ചരിക്കാൻ പ്രയാസമാവും. കാരണം എന്താണ്? എന്നെ ശൈത്താൻ ഏജിരി ഫിബിൻ ആദമ മജ്റദ്ദം, അല്ല, മനുഷ്യൻ്റെ രക്തം പോകുന്നതിലൂടെയാണ് ശൈത്താൻസിൻ്റെ സഞ്ചാരം. ഭക്ഷണം കഴിക്കാത്തപ്പം ശരീരം ക്ഷീണിക്കുമ്പം ആ രക്തധമനികൾ ചുരുങ്ങും. അപ്പം പിശാചിന് പോകാൻ കഴിയില്ല. അതുകൊണ്ടാണ് നോമ്പുകാരൻ എന്ത് ചെയ്യാം? ഓനെ നഫ്സിനെ കൺട്രോളാക്കാൻ പറ്റും, ശൈത്താൻ്റെ പ്രേരണ കുറയും. അങ്ങനെ കുറേ പണ്ഡിതന്മാർ കുറേ ഹിക്മത്തുകൾ
പറയുന്നുണ്ട്. അവസാനത്തത് റമദാൻ എന്ന ഈ മാസത്തിന് റമദാൻ എന്ന് പേര് കിട്ടാൻ കാരണം പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒന്ന്, അതൊരു മുജറദായ ഒരു പേരാണ്, മറ്റു കാരണങ്ങളോ മറ്റ് മുസ്തഖാത്തുകളോ ഒന്നുമില്ല. റമദാൻ എന്നൊരു മുജറദൻ ഒരു പേര്. രണ്ടാമത്തെ ഒരു അഭിപ്രായം, റമദാൻ ഇർമിദു എന്ന് പറഞ്ഞാൽ കരിച്ച് കളയുക, ചൂട് കൊണ്ട് കരിച്ച് കളയുന്നതിനാണ് റമദാൻ ഇർമിദു എന്ന് പറയാം. അപ്പം വിശപ്പ് കൊണ്ട് നമ്മുടെ ആമാശയത്തിലെ വസ്തുക്കളെ കരിച്ച് കളയും, അങ്ങനെയാണ് റമദാൻ എന്ന് പേര് വന്നത് ഒരഭിപ്രായം. മൂന്നാമത്തെ അഭിപ്രായം, റമദാൻ എന്ന മാസം നമ്മുടെ ദുനൂബുകളെ, തെറ്റുകളെ, നമ്മൾ ചെയ്ത ഹറാമുകളെ കരിച്ച് കളയും. അങ്ങനെ പല അഭിപ്രായങ്ങളും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ റാജിഹായിട്ട് പറയുന്നത് അങ്ങനെ വലിയ മുസ്തഖാത്തുകളൊന്നുമില്ല, അത് സ്വാഭാവികമായിട്ടും ആദത്തൻ അറബികൾ ഒരു പേരിട്ടു, അത്ര തന്നെ. അല്ലാണ്ട് അതിനെന്തില്ല, അതിൻ്റെ പിറകിൽ അങ്ങനത്തെ ഹിക്മത്ത് അതൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. പണ്ഡിതന്മാരിങ്ങനെ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇപ്പം മുജറദ് അലമാണെന്ത്, റമദാൻ എന്നുള്ളത്. ഇനി മറ്റൊരാൾക്കാരെന്ത് ചെയ്യും, പല അഭിപ്രായങ്ങൾ പറയും, നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയുന്നതുകൊണ്ടാണ് റമദാൻ എന്ന് പേര് വന്നത്. അങ്ങനെ പണ്ഡിതാഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും നല്ല അഭിപ്രായം എന്താണ്, മുജറദൻ ഒരലമായിട്ടാണ് അറബികൾ റമദാൻ എന്ന് പേര് വെച്ചത്. പക്ഷേ അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ് മുതൽ ഹദീത്തുകൾ ആരംഭിക്കാം. ബുധനാഴ്ച മഗ്‌രിബിന് ശേഷം ഉണ്ടാവും, മഗ്‌രിബിന് മുമ്പ്, അതുപോലെ തന്നെ ഇടയിലുള്ള 2 ദിവസം അസറിന് ശേഷം ഒരു 15 മിനിറ്റ് ഉണ്ടാവും. റമദാൻ്റെ മുമ്പ് എന്ത് ചെയ്യണം, ഈ ഹദീത്തുകൾ തീർക്കണം ഇൻഷാ അല്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.